അടുത്താണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിർണായക മാറ്റങ്ങളിലൂടെയാണ് UAE കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ അതിവേഗം വളരുന്ന ഒരു രാജ്യമായി ഈ കുഞ്ഞു രാജ്യം മാറിയിട്ടുണ്ട്. അതെ, UAE സഞ്ചാരപ്രിയരുടെ മോഹയിടമാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാം വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോഴത്തെ ഒരു അറിയിപ്പ് അനുസരിച്ച് അടുത്ത 10 വർഷത്തിനിടയിൽ വലിയ മാറ്റങ്ങളാണ് ദുബായിൽ വരാൻ പോകുന്നത് എന്നാണ്. 40% പരമ്പരാഗത തൊഴിലുകളും ഇല്ലാതാകുമെന്നാണ് പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ ലേബർ മാർക്കറ്റ് മാഗസീനാണ് പഠനം നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മനുഷ്യന്മാർ ജോലി ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഇനി മുതൽ സാങ്കേതിക വിദ്യ ഇടം പിടിക്കും. റോബോട്ടുകളോ കിയോസ്കുകളോ ആയിരിക്കും ഇനി മനുഷ്യന് പകരം ഇടം നേടുക. കാഷ്യർമാർക്കാകും ആദ്യം ജോലി നഷ്ടപ്പെടുക. മിക്ക പണമിടപാടുകളും ഇപ്പോൾ ഡിജിറ്റലാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ പണം നൽകി സാധനങ്ങൾ വാങ്ങുന്ന രീതി ഇല്ലാതെയാകും. ആ പണികളെല്ലാം ഇനി മെഷീനുകളോ QR കോഡുകളോ കാർഡ് പേയ്മെന്റുകളോ ഏറ്റെടുക്കും. ഓഫീസ് ജോലി ചെയ്യുന്നതിൽ നല്ലൊരു പങ്കും സാങ്കേതിക വിദ്യ അടക്കം ജീവനക്കാർ വരുന്നതും ശമ്പളം മറ്റു സേവന വേതന വ്യവസ്ഥകളും കൈകാര്യം ചെയ്യാൻ ഇനി ഒരാളിന്റെ ആവശ്യം വരില്ല. ഓഫീസിലെ പ്രവർത്തികൾ നിയന്ത്രിക്കാൻ ഇനി ടെക്നോളജി തുറക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ID കാർഡ് കാണിച്ചാൽ മതിയാകും. ഈ സംവിധാനം ഗേറ്റുകളിലും വന്നാൽ ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും. വിൽപ്പനയ്ക്കും കച്ചവടത്തിനും മനുഷ്യശേഷി അടുത്ത 10 വർഷത്തിനുള്ളിൽ കുറയും. ആവശ്യമുള്ള സാധനം എടുക്കാനും വില സ്കാൻ ചെയ്യാനും ഉപഭോക്താക്കളെ സഹായിക്കാൻ മെഷീനുകളായിരിക്കും ഇനി ഉണ്ടാകുക. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഇതിലൂടെ തൊഴിൽ നഷ്ടമാകും. കെട്ടിട നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിയന്ത്രിത മെഷീനുകളായിരിക്കും. കെട്ടിടങ്ങളുടെ രൂപകൽപ്പന പോലും ഇനി ഉണ്ടാക്കുന്നത് നിർമ്മിത ബുദ്ധികളായിരിക്കും. പണി എവിടെ വരെയായി എന്നറിയാൻ പണി സൈറ്റിൽ പോയാൽ മതിയാകും. ബാക്കി എല്ലാ കാര്യങ്ങളും മെഷീൻ ചെയ്യും. ഇനി സൈറ്റ് വരെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ ആണെങ്കിൽ തന്നെ ചിത്രങ്ങളും വീഡിയോകളും അവിടെ നിന്നും കിട്ടാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. എഞ്ചിനീയർമാരൊക്കെ ഇനി മറ്റു പല ജോലികൾക്കായി പോകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടൽ കണ്ടുപിടിക്കാനും എല്ലാം ഇനി ആപ്പുകൾ ഉപയോഗിക്കാം. അതുകൊണ്ട് ട്രാവൽ ഏജന്റുമാർക്ക് പണി നഷ്ടമാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.